നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ എന്തായാലും ഇന്ത്യ കപ്പടിച്ചു, ലോക ചാമ്പ്യന്മാരായി കപ്പൊക്കെ വീട്ടിൽ കൊണ്ട് അടിച്ചു പൊളിച്ചൊക്കെ നിൽക്കുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്ക തോറ്റ വിഷമമൊക്കെ അവർക്കുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് ഫൈനൽ എന്ന് പറയുന്ന ഒരു വേൾഡ് കപ്പിൽ ഫൈനലിലേക്ക് എത്തുന്നത്. അവിടെയും താങ്കൾ ജയിക്കാനുണ്ടായിരുന്ന, അതായത് ലാസ്റ്റ് 5 ഓവർ വരെ വളരെ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്ക അവസാനം 7 റണ്ണിന് തോറ്റുപോയി. സ്വാഭാവികമായിട്ട് അവർക്ക് എന്താ വിഷമം ഉണ്ടാവും. ഇപ്പൊ പുതിയ കോൺട്രവേഴ്സി അല്ലെങ്കിൽ പുതിയ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സൂര്യകുമാർ യാദവ് എടുത്ത ക്യാച്ച് ചീറ്റിങ്ങിലൂടെയാണ് സൂര്യകുമാർ യാദവ് എടുത്തത് എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ ജയിച്ചത്. അതായത് നമുക്കറിയാം, സൂര്യകുമാർ യാദവ് എടുത്ത ക്യാച്ച് എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ക്യാച്ച് ആയിരുന്നില്ല, അതായിരുന്നു യഥാർത്ഥ ട്രോഫി. ആ ക്യാച്ചിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ആ ട്രോഫി ഇട്ടത്. ഒരു മാറ്റവുമില്ല, അല്ലെ? ഏറ്റവും കൂടുതൽ ടേണിംഗ് പോയിന്റ് ഏതെന്ന് ചോദിച്ചാൽ സൂര്യകുമാർ യാദവിന്റെ നമ്മളെ അവിശ്വസനീയമായ ഒരു കേച്ച് തന്നെയായിരുന്നു. അപ്പോൾ അതിലാണ് ഇപ്പൊ ഇവർ പിടിച്ചിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക മീഡിയ മൊത്തം ഇപ്പം വന്നിട്ട് എന്ത് പറയുന്നു, സൂര്യകുമാർ യാദവ് എടുത്ത കേച്ച് എന്താണ് അതായത് ബൗണ്ടറി ടച്ച് ചെയ്തുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് എടുത്തത്. അതായത് BCCയും ICCയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഇത് നടന്നത് എന്നൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ വിവാദം ഇതിൽ നടക്കുന്നുണ്ട്. അവര് പറയുന്ന കാരണങ്ങൾ ഇത് ഞാൻ 1-2 ഫോട്ടോസ് ഇവിടെ വെക്കാം. അവര് പറയുന്ന കാരണം മറ്റൊന്നുമല്ല, അത് നമ്മുടെ ബൗണ്ടറി ലൈനിൽ ഒരു കുഷൻ ഉണ്ടല്ലോ, ആ കുഷൻ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുഷൻ ഇങ്ങനെ നിരച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു പാട് വരും. ആ കുഷൻ കിടന്നുള്ളൊരു പാട് വരും, വെള്ളപ്പാട് ഇങ്ങനെ. അതായത് കുഷൻ കുറെ കാലമായിട്ട് അങ്ങനെ കിടക്കുന്ന ആ കുഷൻ കിടക്കുന്ന ഭാഗത്തൊരു വെള്ളപ്പാട് കാണും. അപ്പോൾ സൂര്യകുമാർ യാദവിന്റെ കാല് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ആ വെള്ളപ്പാടിന് അപ്പുറമാണ് സൂര്യകുമാർ യാദവിന്റെ കാല് നിൽക്കുന്നത്. അതായത് ഈ ബൗണ്ടറി ലൈൻ കുറച്ച് ബാക്കിലോട്ട് നീങ്ങി, ആരോ ബൗണ്ടറി ലൈൻ എന്ത് ചെയ്തു, ബാക്കിലോട്ട് വലിച്ചു നീക്കിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ആ വെള്ള ലൈനിന് അപ്പുറത്താണ് സൂര്യകുമാർ യാദവിന്റെ കാല് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സിക്സറായി പ്രഖ്യാപിക്കണമായിരുന്നു എന്നും മനഃപൂർവ്വമാണ് ഈ പറയുന്ന സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ഈ ബൗണ്ടറി ലൈൻ അങ്ങോട്ട് നീക്കി വെച്ചതുമെന്നും പിന്നീട് ICCയും DCCയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇത് എന്നൊക്കെയാണ് അവരുടെ ആരോപണം. ആദ്യം അവർ മനസ്സിലാക്കേണ്ടത്, ICCയും ഇന്ത്യയും തമ്മിലുള്ള ഒത്തുകൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ ഒരു വേൾഡ് കപ്പ് എടുത്തിട്ട് 10 കൊല്ലത്തെ, അതായത് ICC കപ്പ് എടുത്തിട്ട് തന്നെ എത്ര കൊല്ലമായെന്നറിയാം, 10 കൊല്ലത്തിൽ കൂടുതലായി ഒരു കപ്പ് കിട്ടിയിട്ട്. അങ്ങനെ ഒത്തുകളിയാണെങ്കിൽ ഇതിന് മുമ്പേ കിട്ടാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരെ ഒരു 6 മാസം മുമ്പ് വരെ ഇന്ത്യയിൽ വെച്ചാണ് നടന്ന് ഇന്ത്യ വേൾഡ് കപ്പ് തോറ്റത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാവും. അപ്പൊ എന്തായാലും അവരുടെ മോങ്ങൽ അവിടെ നടക്കട്ടെ. അപ്പോൾ അവർ പറയുന്ന സംഭവം ഇതാണ്. അതായത് നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ വെള്ള ലൈൻ കൃത്യമായിട്ട് കാണാം. ഇനിയിപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പിന്നീട് ഫോട്ടോസും കൂടിയുണ്ട്, അതും ഞാൻ ഇവിടെ വെക്കാം. ആ ഫോട്ടോസിൽ നിങ്ങൾ കൃത്യമായി നോക്കിയാൽ മനസ്സിലാവും ആരാണ് ആ ബൗണ്ടറി ലൈൻ അല്ലെങ്കിൽ ആ പറയുന്ന കുഷൻ, ആ ബൗണ്ടറിയിൽ ഇട്ടിരിക്കുന്ന കുഷന്റെ ലൈൻ മാറ്റിയത് ആരെന്ന് ചോദിച്ചത്. അതായത് ഓവർ 11 റൺസ് ഫസ്റ്റ് ഓവർ 0.5 ബോൾ ആയിട്ടേ ഉള്ളൂ. വിരാട് കോഹ്ലി അടിച്ചപ്പോൾ ആൻഡ്രിച്ച് നോഡ്ജെ വന്ന് പിന്നീട് വിരാട് കോഹ്ലിയുടെ ബൗണ്ടറി തടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ കുഷൻ ബൗണ്ടറിയിൽ നട്ടിരിക്കുന്ന ആ ബൗണ്ടറി ലൈനിന്റെ കുഷൻ മാറിയത്. ഈ ആൻഡ്രിക് നോഡ്ജെ തന്നെയാണ് എന്ത് ചെയ്തത്, ഈ പിന്നീട് കുഷനെ എടുത്ത് രണ്ടാമത് സെറ്റ് ചെയ്തതും ഈ നോഡ്ജെ തന്നെയാണ്. അപ്പോൾ അത് മുതൽ അതായത് 1 ഓവർ പൂർത്തിയായില്ല, അപ്പോഴേ ഇത് മാറിയതാണ്. അത് തൊട്ട് തീരണവരെ അവർക്ക് ഒരു ഗുരുവില്ലായിരുന്നു. അതിനുശേഷം അവർ ഇന്ത്യ വെയിറ്റ് ചെയ്തു, അപ്പോഴൊന്നും ഒരു ഗുരു. ലാസ്റ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, ക്യാച്ച് എടുത്തത് മാത്രമാണ് പ്രശ്നം എന്നുള്ള വിവാദമാണ് അവരവിടെ കിടന്ന് മോങ്ങുന്നത്. എന്തായാലും മോങ്ങട്ടെ, വേറെ ഒന്നും പറയാനില്ല. അവർക്ക് ഈ പറയുന്ന എന്തായാലും ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരും. അവർക്ക് എങ്ങനെയും കുറച്ചൊരു സമാധാനം വേണ്ട. അങ്ങനെ ഒരു ചീറ്റിംഗ് നടത്തിയാണ് ജയിച്ചത് എന്നൊരു ചെറിയൊരു സമാധാനം അവർക്ക് നോക്കിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ആരെയും കുറ്റം പറയണ്ട. പക്ഷെ സംഭവം ഇതാണ്, അവർ പറയുന്നത് ഇതാണ്, ആ ബൗണ്ടറി ലൈൻ മാറിയാണ് കിടന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ ബൗണ്ടറി ലൈൻ മാറ്റിയത് നമ്മളല്ല, അവരുടെ പ്ലെയർ തന്നെയാണ്. അതുമല്ല, ഈ സൂര്യകുമാർ യാദവ് ക്യാച്ച് എടുത്തപ്പോൾ സൂര്യകുമാർ യാദവിന്റെ കാലോ ശരീരഭാഗങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തിട്ടുമില്ല എന്നതും പരമാർത്ഥമാണ് എന്നുള്ളത്. അതിനുശേഷം ഇപ്പോൾ അവരുടെ മുൻകാല ക്യാപ്റ്റൻ ഷോൺ പൊളാക്ക് വന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല്ല, വളരെ ജെന്യുവൻ ആയിട്ടുള്ള വളരെ കൃത്യമായ അസാധ്യമായ ഒരു കേച്ച് തന്നെ ആയിരുന്നു സൂര്യകുമാർ യാദവ് എടുത്തത്. അതിൽ ഒരു കോൺട്രവേഴ്സി പാടില്ല. അത് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റുകളോടെ സൂര്യകുമാർ എടുത്ത വെൽ ജഡ്ജഡ് ക്യാച്ച് തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ ഷോൺ പൊളാക്ക് വന്ന് പറഞ്ഞതോടുകൂടി ഏതാണ്ടൊക്കെ വിവാദങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നും നമുക്ക് പറയാൻ ഉള്ളത് മറ്റൊന്നുമല്ല, ആ ഒരു കേച്ച്, ആ ഒരു നമ്മൾ അവിശ്വസനീയമായ ആ ഒരു കേച്ച് തന്നെയായിരുന്നു ഇന്ത്യയുടെ വിജയശില്പി. അത് വെറും ഒരു കേച്ച് എന്നത് ഇന്ത്യയുടെ വേൾഡ് കപ്പായിരുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.